അത് തിരുവനന്തപുരം നർമ്മല എന്ന് പറഞ്ഞിട്ട് റിയാസ് ഞങ്ങളെല്ലാവരും കൂടെ റിയാസ് എന്ന് പറഞ്ഞപ്പോൾ മറിമായത്തിൽ വരുന്ന റിയാസിൻ്റെ വീട്ടിലായിരുന്നു. ഈ അവസരത്തിൽ റിയാസിൻ്റെ ഉമ്മയെയും വാപ്പയൊക്കെ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. കാരണം ആ വീട്ടിൽ നിന്നാണ് കിടന്നാണ് ഞാൻ, സുരാജ്, ഈ പറഞ്ഞ സുഭാഷ്, സിനു, രാജൻ, ഒത്തിരി പേര്, സതീഷ്, ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അവിടെ ആയിരുന്നു അതിൻ്റെ ക്യാമ്പ്. ആദ്യം ഈ റിയാസിൻ്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും വലിയൊരു ക്വാളിറ്റി ഉള്ളതെന്ന് നമ്മൾ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് മാ എന്തെങ്കിലും കഴിച്ചതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയൊരു ഫാമിലിയാണ്. രണ്ടുപേരും ഇപ്പോൾ ഇല്ല. അപ്പം ഞങ്ങൾ റിയാസും ഞങ്ങളുമായിട്ട് തുടങ്ങിയതാണ് നർമ്മകല എന്ന് പറഞ്ഞൊരു പരിപാടി. നമുക്ക് നർമ്മകല ഈ പരിപാടി ഞങ്ങൾക്ക് ആലപ്പുഴ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതേ ദിവസം തന്നെ നമുക്ക് ബാലരാമപുരത്തൊരു ട്യൂട്ടോറിയൽ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഈ ആലപ്പുഴ വൈകുന്നേരം 9 മണിക്കും. ഈ ട്യൂട്ടോറിയൽ പരിപാടി, ഈ സമ്മാനദാനവും ബാക്കിയുള്ള വർത്തമാനവും എല്ലാം കൂടെ പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ 6 മണിയായി. അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിന് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ബസ് കയറി വേണം ആലപ്പുഴയ്ക്ക് വരെ. അവിടെ നിന്ന് ബാലരാമപുരത്ത് നിന്ന് കിട്ടിയ ഒരു വണ്ടി പിടിച്ച് നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ തമ്പാനൂർ വന്നു. അവിടെ ചെന്നപ്പോൾ പഴയ പച്ച വണ്ടി എക്സ്പ്രസ് ഒരു ആലപ്പുഴ കിടക്കുന്നു. പെട്ടെന്ന് ചാടി അതിനകത്ത് കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നു. വണ്ടി ഇവിടെ നിന്ന് പഴവൻ അങ്ങ് വിട്ടതിന് ശേഷമാണ് ഇവർ പറയുന്നത് അമ്പലപ്പുഴ നിർത്തൂല, ആലപ്പുഴ നിർത്തുള്ളൂ. ആ KSRTC ഡ്രൈവറേയും കണ്ടക്ടറേയും നമ്മളെ കാല് പിടിച്ചു. അമ്പലപ്പുഴ അവിടെ എത്താറാകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തതെന്ന് ഞങ്ങൾ ടക്കനെ ഇറങ്ങിക്കോളാം. അന്ന് ആദ്യമായിട്ട് മറ്റേ ഡോറൊക്കെ ഉള്ളതാണ്, ഓപ്പണായിട്ടുള്ള ഇതല്ല, വാതിലല്ല. എങ്കിൽ നമ്മൾ കാത്ത് നിന്ന് എവിടെയെങ്കിലും ചെറുതായിട്ട് സ്ലോ ചെയ്യുമ്പോൾ 2 ഡോറുണ്ടല്ലോ, രണ്ടുപേരും എവിടെയെങ്കിലും ചാടാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറിയപ്പോഴേ പറഞ്ഞു റിയാസ് ഇങ്ങനെയാണ് ഒരു സംഭവം. ഇങ്ങനെ അപ്പോൾ റിയാസ് പാട്ടാ നീ കാര്യം ഞങ്ങളിവിടെ വന്നാലേ ഇത് തുടങ്ങാൻ പറ്റൂ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങളുടെ പരിപാടിക്ക് കഴിഞ്ഞിട്ട് വേറൊരു വലിയ പ്രൊഫഷണൽ നാടകമുണ്ട്, എൻ സാറിൻ്റെ നാടക സമിതി, അതിൻ്റേതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അവിടുത്തെ ഒരു പ്രാദേശികമായ നാടകമുണ്ട്, അത് ഇതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് എൻ സാറിൻ്റെ നാടകം, അതായിരുന്നു എൻ സാറ് സംവിധാനം ചെയ്യുന്ന നാടകം അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്താൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കമ്മിറ്റിക്കാർ വലിയ പ്രശ്നമായി. അങ്ങനെ ഞങ്ങൾ വന്നാലേ തുടങ്ങാനും പറ്റുള്ളൂ. വലിയ ഭീകരമായ പ്രശ്നമായി. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാൻഡിൽ കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇതുപോലെ ആലപ്പുഴ ബസ്സിലാണ് കയറിയത്, അമ്പലപ്പുഴ അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ഇടണം. കാര്യം ഇതിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. വണ്ടി അവിടെ നമ്മുടെ ഇത് കൊണ്ടുവന്ന് ഒന്ന് ഇടണം. ഞങ്ങളതാ ഈ ഒരു പച്ച എക്സ്പ്രസ് ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താണ്, അമ്പലപ്പുഴയിൽ നിർത്തുമ്പോൾ അവിടെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു, അതിൽ കയറുക, അവിടെ നേരെ സ്പോട്ടിലേക്ക് പോകുക. ഇത് വണ്ടി KSRTCയിൽ കയറി കുറേ അങ്ങ് നീങ്ങിപ്പോയതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴല്ലേ അമ്പലപ്പുഴ നിർത്തൂല, ആലപ്പുഴ എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ ഇത് കിടക്കും, നമ്മുടെ വണ്ടി കിടക്കും, നർമ്മകലയിൽ നിന്ന് ബോർഡ് വെച്ച വണ്ടി കിടക്കും. അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് കൈ കാണിച്ച് വാ 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 പിറകെ വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി. അവിടെ ചെന്നപ്പോൾ ഈ നമ്മുടെ പരിപാടിക്ക് ശേഷം വയ്ക്കാനുള്ള നാടകം അവർ ആദ്യം വെച്ചു, അവിടുത്തെ പ്രാദേശികമായവരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ പിന്നെ ചെന്നിട്ടാണ് അറിയണം. അതും കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് ഞാൻ ഇവനും കൂടെ. കാര്യം ഇത് അമ്പലപ്പുഴ നിർത്തൂല, വണ്ടി അവിടെ നിൽക്കുന്നു. നമുക്ക് വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അടുത്ത ആളില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പാഞ്ഞ് പോവുകയും ചെയ്യും. നമ്മളെ കൈ കാണിച്ചിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ ആലപ്പുഴ ഇറങ്ങിയിട്ട് 10-12 കിലോമീറ്റർ ഉണ്ട്, തിരിച്ചു വരണം. അങ്ങനെ നേരെ പോയി അമ്പലപ്പുഴ എത്തുന്നതിനും തൊട്ട് മുമ്പേ ഞാനും സുരാജും കൂടെ ഈ ഡോറിൻ്റെ അവിടെ ഇറങ്ങി നിന്ന് ഇങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ ദൂരെ അവിടെ കിടക്കണതായിട്ട് കാണാം. അടുത്തെത്തിയപ്പോൾ തന്നെ ഹരിയണ്ണൻ എന്ന് പറഞ്ഞ കക്ഷിയാണ് നമ്മുടെ ഡ്രൈവറായിരുന്നു. ഞങ്ങൾ വിളി നിന്നിട്ട് വാ 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 പിറകെ വാ, ഇതിവിടെ നിർത്തൂല, പിറകെ വാ എന്നിങ്ങനെ വിളിച്ചു. ഉടനെ വണ്ടി എടുത്ത് പുറകിലോട്ട് വന്ന് അമ്പലപ്പുഴ കഴിഞ്ഞൊരു ഏതാണ്ട് എനിക്ക് 2-3 കിലോമീറ്റർ എത്തിയപ്പം അവിടെ ഒരു ബ്ലോക്ക് വന്നു. ഭാഗ്യം പോലെ ബ്ലോക്ക് വന്നത് ഞാൻ ഒരു പട്ടക്കനെ ഡോറ് തുറന്ന് ഇറങ്ങിയൊക്കെ ചാടി വണ്ടിയിൽ നേരെ കയറി നേരെ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഭീകരമായ പ്രശ്നം, വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. പഴയ ടെമ്പോ ട്രാവലറാണ്, പഴയ അല്ലല്ല ടാറ്റ 407 ലോറി മോഡിഫൈ ചെയ്ത, സോറി. അവിടെ ചെന്ന ഉടനെ ഡോറ്, ഞങ്ങളാണ് താമസിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഡോറ് നേരെ തുറന്ന വഴിക്ക് ഞാൻ പതുക്കെ, ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ 2 സ്റ്റെപ്പാണ് താഴെ ഇറങ്ങാൻ. ഞാൻ ഡോറ് ആരോ വലിച്ചോളുന്നു, എന്താ താമസിച്ചെന്ന് പറഞ്ഞു ഒരു 2 ചീത്തയും ഡോറ് ഇങ്ങോട്ട് വലിച്ച് തുറന്നതും ഞാൻ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴേക്ക് അങ്ങ് പോയി. ആ ഡോറ് തുറന്നവൻ കൈ വീശി ഒരൊറ്റയടി തൊട്ട് ബാക്കിലേക്ക് നിന്ന് സുരാജിൻ്റെ തലയിൽ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നൈസ് ഊന്നങ്ങ് പോയി. ഞാൻ പോയാലും അവർ കണ്ടുമില്ല. അവർ വിചാരിച്ചു സുരാജ് മാത്രമാണ് താമസിച്ചത്. ഞാൻ എന്നിട്ട് ഒരൊറ്റ ഓട്ടം ഓടി നേരെ ശ്വാസം വിടാതെ ഗ്രീൻ റൂമിൽ കയറി. പിന്നെ അവിടെ ഇത്തിരി മുതിർന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു.
ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങി. പ്രോഗ്രാം ആ സീസണിലെ വമ്പൻ ഹിറ്റ് പ്രോഗ്രാമിലൊന്നായിരുന്നു. ഒരു സീസണിൽ 300-380 പ്രോഗ്രാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വെച്ച് കളിച്ചുകൊണ്ടിരുന്നുണ്ട്. പരിപാടി തീർന്നു പറഞ്ഞാൽ പരിപാടി അങ്ങ് ഗംഭീര ഹിറ്റായി. അത് ഗ്യാരണ്ടിയുള്ള പരിപാടിയാണ്. ഹിറ്റായപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ വന്ന് അയ്യോ ഇങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ നമ്മുടെ അവസ്ഥ പറഞ്ഞ് സംഭവിച്ച് അയ്യോ അങ്ങനെ. അതിന് ശേഷം ഞങ്ങളവിടെ മാട്ടപ്പരിപാടി എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മാറി പിടിക്കുന്ന പരിപാടിയുണ്ട് ഇത്തിരി പൈസ കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഇങ്ങനെയുള്ള പരിപാടി പിടിക്കുന്ന പരിപാടിയേ ഇല്ല. അതും ഒരു ഓണത്തിനായിരുന്നു കേട്ടോ.